സേഴ്സ്, നമുക്ക് 3 വഴികളേ ഉള്ളൂ. ഞാനൊരു മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ഹോസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സങ്കേതത്തെ ഇന്ന് രാത്രി സകല പോലീസ് സന്നാഹത്തോടുകൂടി വളയുക. MSP, KAP, SAP എന്നിവരുടെ സഹായത്തോടുകൂടി അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അവരെ അമ്പരപ്പിക്കും. സൈമുൾട്ടേനിയസ് ആയി നമുക്ക് നേവിയുടെയോ മറ്റോ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കുറച്ചുപേരെ നേരിട്ട് താഴോട്ടിറക്കാം. സണ്ണിലാണല്ലേ? യെസ്. നമ്പർ 2, ഡൽഹിയിൽ നിന്നും മിലിറ്ററിയുടെ സഹായം തേടുക. അവർ വരുമ്പോഴേക്കും തടവുകാരുടെ കഥ കഴിഞ്ഞിരിക്കും. നാളെ രാത്രി 12 മണിക്ക് മുൻപ് ഇതിനൊരു അവസാനം കണ്ടെത്തിയിരിക്കും സാർ. ഞാൻ ഉറപ്പു തരുന്നു, ആ സമയത്തിനുള്ളിൽ തടവുകാരെ മോചിപ്പിച്ചിരിക്കും. എപ്പോൾ, എങ്ങനെ എന്നൊന്നും സാർ ഇപ്പോൾ ചോദിക്കരുത്. നടക്കുന്ന കാര്യമാണോ ഇമ്രാൻ? അസാധ്യമായ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതല്ല ഇമ്രാൻ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ വേണമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ? സാർ ധൈര്യമായിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. പിന്നെ ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത് സാർ? യെസ് സാർ, ചാൾസിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറെ അത്യാവശ്യമായി വേണമെന്ന്. 2 മണിക്ക് സ്പോട്ടിൽ വെയിറ്റ് ചെയ്യും. സ്പോട്ട് സാറിന് അറിയാമെന്ന് പറഞ്ഞു. ആർക്കാ അസുഖം എന്ന് പറഞ്ഞു? ഇല്ല സാർ. ആരാ ഫോൺ അറ്റൻഡ് ചെയ്തത്? CI ആണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, നമുക്കൊരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ലെന്ന്. ദിസ് ഈസ് അവർ ചാൻസ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഡോക്ടർ വലിയൊരു റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്. ബി കെയർഫുൾ. അസുഖം ആർക്കായാലും യു ഡു യുവർ ഡ്യൂട്ടി. അത് പിന്നെ പറയണോ? മേനൻ, ഡോക്ടർ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. കമോൺ ഡോക്ടർ, കമോൺ.
ഇതാ പാലസിന്റെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോസാണ്. പാലസിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി മേനോൻ സാർ പറഞ്ഞതിലും വളരെ ശക്തമാണ്. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു സമീപനം നമുക്ക് സാധ്യമല്ല. ഈ പാലസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും സാറിന് അറിയാമോ? ഇവിടുന്ന് കുറച്ച് അകലെയുള്ള ഒരു കോവിലകം വകയാണ് ഇപ്പോഴും ആ പാലസ്. ഒരു കേസ് സംബന്ധമായി ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടെ പ്രായം ചെന്നൊരു തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. തമ്പുരാനെ കാണാൻ വന്നതാ. ഓ, ഇരിക്കുക. താൻ ഇൻസ്പെക്ടർ അല്ലേ? 2 വർഷം മുമ്പ് ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നു. കൊട്ടാരത്തിലെ ഒരു കളവ് കേസിന്റെ കാര്യത്തിന്. അന്ന് താനായിരുന്നു ഇൻസ്പെക്ടർ. അല്ല, ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ ഓർക്കുന്നു. ഇപ്പൊ എന്താ വിശേഷിച്ച്? അങ്ങയുടെ കോവിലകം വക ഒരു പഴയ കൊട്ടാരമില്ലേ കാട്ടിനുള്ളിൽ? അതിനെക്കുറിച്ച് അറിയാമെന്നാ. എന്താ കാര്യം? വളരെ രഹസ്യമാണ്. കൃഷ്ണ, കുറച്ച് VIPസിനെ ചില ടെററിസ്റ്റുകൾ ചേർന്ന്, അല്ലത് കുറച്ച് വലിയ ആൾക്കാരെ ചില കള്ളന്മാർ ചേർന്ന് റാഞ്ചി ആ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കാൻ എന്തെങ്കിലും രഹസ്യ മാർഗങ്ങളുണ്ടെങ്കിൽ അതറിയണം. അതിനാണ് ഞാൻ വന്നത്. ഇതിലെന്താ രഹസ്യം? സംഭവം ഞാൻ ഇന്നലെ അറിഞ്ഞിരിക്കണു. കേന്ദ്രമന്ത്രി ഭരതമ്മേന്റെയും കൂട്ടരല്ലേ? അല്ല, അവിടത്തെ സൂക്ഷിപ്പുകാരൻ രാമൻ ഇന്നലെ ഇവിടെ വരേണ്ടതാ ചെലവ് കാശ് വാങ്ങാൻ. ഇപ്പൊ എനിക്കൊരു സംശയം. അവനെയും അവര് തനിക്ക് പാലസിനെ കുറിച്ച് അറിയണം അല്ലേ? ആ പാലസ് നിൽക്കുന്നത് 240 ഏക്കറില. വലിയൊരു കെട്ടിടം, കൂടാതെ 3-4 എണ്ണവും. ജോലിക്കാർക്ക് താമസിക്കാൻ വേറെയും. 2 കുളമുണ്ട്, 3 കിണറുമുണ്ട്. ചുറ്റുമതിലിനോട് ചേർന്ന് 6 അടി വീതി 10 അടി താഴ്ചയിൽ ഒരു കിടങ്ങുണ്ട്, ആന കയറാതിരിക്കാൻ. ഒരു മുല്ലപ്പന്തലും മണിമാളികയും ഉണ്ട്. ഇത്രയും പുറത്തെ വിശേഷം. അകത്ത് ചെറുതും വലുതുമായി 28 മുറികളാണുള്ളത്. വലിയ കെട്ടിടത്തിന്റെ തെക്ക് വശത്ത് 3 നില, ഭൂമിക്കടിയിലുള്ളതും ചേർത്ത് 4 നിലകൾ. ഇത്രയും അകത്തെ വിശേഷം. ഈ പാലസിനകത്തേക്ക് കടക്കാൻ ഏതൊക്കെ മാർഗങ്ങളാണുള്ളത്? നേരായ വഴി ഒരു ടാറിട്ട റോഡാ. അത് മുറ്റം വരെ ചെല്ലും. പക്ഷേ നേരായ വഴി പോയാൽ തന്റെ കാര്യം നടക്കുവോ? മെയിൻ റോഡിലൂടെ നേരെ ചെന്നാൽ പാലസിന് 200 വാര അകലെ വലത്തോട്ടൊരു വഴിയുണ്ട്. അതിലേ പോയാൽ പാലസിന്റെ വടക്ക് ഭാഗത്തെത്താം. അല്പം കൂടി തെക്കോട്ട് നടക്കുക, പാലസിനകത്തെ കാട്ടിക്കൂടി. സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങുക. ഇടത്തോട്ട് തിരിഞ്ഞാൽ തുരങ്കത്തിലേക്കുള്ള വഴി കാണാം.
എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നെ രക്ഷിക്കണം, എന്നെ പോവാൻ അനുവദിക്കണം, എനിക്ക് എന്റെ ഭാര്യയെ കാണണം, എന്നെ വിടണം പ്ലീസ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പണമാണെങ്കിൽ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. പ്രസവം അടുത്തിരിക്കുന്ന എന്റെ ഭാര്യയെ കാണാനാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ബ്രാഹ്മണനാണ്, കള്ളം പറയില്ല, എന്നെ വിശ്വസിക്കൂ. വൈശാഖൻ പൊയ്ക്കോളൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ചാൾസ്, യെസ്. വെൽക്കം വൈശാഖൻ. വൈശാഖൻ സാറും പോയി. പോകരുതേ പോകരുതേ എന്ന് എത്ര പ്രാവശ്യം കാല് പിടിച്ച് പറഞ്ഞതാണ്. ആ വിധി, അല്ലാണ്ട് എന്തു പറയാനാ? ഒരു കണക്കിന് നന്നായി. ഇന്നോ നാളെയോ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് വേദനിക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമുക്കൊരു രക്ഷയില്ലേ? 48 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ വരാത്ത രക്ഷ ഇനി എപ്പ വരാനാ?
ആന്റി എന്താ മോളെ? മോൾ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. I am from police. My name is Imran. Ali Imran. ബാക്കിയുള്ളവരോടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. രാവിലെ ഇവിടെ ഒരു ചെറിയ വഴക്കുണ്ടായി. അതിനുശേഷം അവർ ആണുങ്ങളെ മുഴുവൻ മാറ്റി. നിങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ആരംഭിക്കും. അരമണിക്കൂറിനകം എല്ലാം തീരണം. എന്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവുള്ളൂ. പുറത്തെന്ത് ബഹളമോ ഒച്ചയോ കേട്ടാലും നിങ്ങൾ ആരും പേടിക്കരുത്. ഇതൊരു ഗാഡ്ജറ്റാണ്. ഇതിന്റെ മോണിറ്റർ എന്റെ പക്കലുണ്ട്. 1 കിലോമീറ്റർ വരെ ഇതിന്റെ സിഗ്നൽ എനിക്ക് കിട്ടും. ഇത് മിനിയുടെ കഴുത്തിൽ കിടന്നാൽ ആരും സംശയിക്കില്ല. ഓൾ ദി ബെസ്റ്റ്. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. ആരായാൾ? എന്താ പറഞ്ഞത്? പറയാം. ഹലോ, സമയം തീരാൻ 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. എന്ത് തീരുമാനിച്ചു? ഹലോ ചാൾസ്, എന്താ ഉത്തരം മുട്ടിയോ? അതോ പുതിയ നുണയൊന്നും സ്റ്റോക്കില്ലേ? അവരിൽ ഒരാളുടെ എണ്ണം കൂടി കുറഞ്ഞിരിക്കുന്നു. ഡെഡ് ബോഡി സ്പോട്ടിലുണ്ട്. അടുത്തത് നാളെ പ്രതീക്ഷിക്കാം. ഞാൻ വെളുപ്പിന് കൃത്യം 5 മണിക്ക് വിളിക്കും. അതിനുള്ളിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇൻക്രെഡിബിൾ. ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോഴെങ്കിലും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇത് സംഭവിക്കും. ഒരു കേന്ദ്രമന്ത്രി അടക്കം 10-15 പേരുടെ ജീവനേക്കാൾ പ്രിയം ഒരു വമ്പന്റെ മെയ്മിടുക്കും അഭ്യാസവും കാണാൻ വേദിയൊരുക്കുക എന്നുള്ളതാണെങ്കിൽ, വെൽ, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല. ഇമ്രാനെ വിളിച്ചു വരുത്തിയത് ഏകപക്ഷീയമായിട്ടല്ല,
നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ വാട്ട്? അയാളെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ട്രെയിനിങ്ങും അച്ചടക്കവുമുള്ള നമ്മുടെ ഫോഴ്സിന് സാധിക്കാത്തത് ഒരൊറ്റയാന് സാധിക്കുമെന്ന് കരുതിയത് തന്നെ അബദ്ധം, മഹാബദ്ധം. അതും സർവീസിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു ധിക്കാരി. സർ, ഐ ആം സപ്പോസ് ടു ബി ദ ഹെഡ് ഓഫ് ദ പോലീസ് ഫോഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തെ മാനിക്കണം. ഇനി ഇത് നമ്മുടെ പരാജയമാണെങ്കിൽ പോലും ആ നിരപരാധികൾക്ക് വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഹോം സെക്രട്ടറി എന്ത് പറയുന്നു? ഇമ്രാൻ അവരെ രക്ഷപ്പെടുത്തുന്ന ഉറപ്പില്ലെങ്കിൽ മിസ്റ്റർ മാത്യൂസ് പറഞ്ഞ പോലെ മിസ്റ്റർ മേനോൻ എന്ത് പറയുന്നു? മാത്യു സാർ പറയുന്നതിൽ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നാലും എനിക്കതിനോട് യോജിക്കാനാവില്ല. പിന്നെ നമ്മളൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചു. അയാൾ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കുപ്പായം ഇട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ കരുവാക്കുന്നത് ഇതുപോലൊരു സാഹചര്യത്തിലല്ല. ക്ഷമിക്കണം സർ, നിങ്ങൾ കുറെ നേരമായല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. ഈ കുപ്പായത്തിന്റെ വില നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം. എന്ത് സ്വാർത്ഥതയാണ് ഞാൻ കാണിച്ചത്? മേനോൻ. അതെ, മേനോൻ തന്നെ. കുറെ നേരമായി ഞാനിത് സഹിക്കുന്നു. എനിക്കെന്താ സ്വന്തം താല്പര്യം? എനിക്കത് അറിയണം. മിസ്റ്റർ മേനോൻ, താമ്പോടോ, നിങ്ങൾ പറ, എനിക്കെന്താ സ്വന്തം താല്പര്യം? ഞാൻ പറയണം. പറയണം. മനസ്സില്ലെങ്കിൽ മനസ്സുണ്ടാവണം. മിസ്റ്റർ മേനോൻ, ഒരാളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയുമ്പോ സൈലന്റ്. Sir, will you stop it? Sir, I said stop it. മിസ്റ്റർ മാത്യൂസ് വരണം. വരണം. മിസ്റ്റർ മാത്യൂസ്, നാളെ പുലർച്ചെ 5 മണിക്ക് വിളിക്കുമെന്നല്ലേ ചാൾസ് പറഞ്ഞിരിക്കുന്നത്? അതെ സർ. മിസ്റ്റർ ഇമ്രാൻ ഇപ്പൊ എവിടെയുണ്ട്? പാലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ പാലസുമായി ബന്ധപ്പെട്ട ഒരു തമ്പുരാനെ കാണാൻ പോകുന്നുവെന്നാണ് അയാൾ എന്നെ അവസാനമായി കണ്ടപ്പോൾ പറഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല സർ. പക്ഷെ അയാൾ നമ്മളുമായി ബന്ധപ്പെടും, എത്ര ലേറ്റ് ആയാലും. അയാൾ ബന്ധപ്പെടട്ടെ, ബന്ധപ്പെടാതിരിക്കട്ടെ. പുലർച്ചെ 5 മണി വരെ അയാൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ അയാളുടെ ജോലി അയാൾ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ അതിനു മുമ്പ് അയാൾ നമ്മളെ ബോധ്യപ്പെടുത്തണം അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഉച്ചയ്ക്ക് അയാൾ എന്നോട് പറഞ്ഞത് നാളെ രാത്രി 12 മണിക്ക് മുമ്പ് തടവുകാരെ മോചിപ്പിക്കാമെന്നാണ്. നോ, ദ ഡെഡ്ലൈൻ ഈസ് 5 o'clock മോർണിംഗ്, നോട്ട് എ മിനിറ്റ് മോർ. അതിനുള്ളിൽ അയാൾക്ക് അത് സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് പിൻവാങ്ങാം. ഇതാണ് എന്റെ തീരുമാനം. ഇതിനൊരു മാറ്റവുമില്ല. മിസ്റ്റർ മേനോൻ, ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 5 മണിക്ക് വയർലെസ് റൂമിൽ ഞാൻ കാണും. ഐ വിൽ ഡീൽ ഇറ്റ്.